ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഇതെൻ്റെ വീട്ടിലേക്ക് കടക്കണ എൻട്രൻസാണ്. തൊട്ടപ്പുറത്ത് 2 വീടുണ്ട്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സർവ്വസുഗന്ധിയുടെ ചെടിയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നട്ട നാവൽപ്പഴമുണ്ട്, വൈറ്റ് നാവലാണ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ലിച്ചിയുടെ തൈ വെച്ചാണ്. ഇപ്പോൾ 4-5 വർഷമായി നല്ല മരമായിട്ട് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ 2 തരം വെറൈറ്റി റംബൂട്ടാനുണ്ട്. എല്ലാ വർഷം കായ്ക്കുന്നുണ്ട്, വെച്ചിട്ട് കുറച്ചായി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബുഷ് ഓറഞ്ച് ഉണ്ട്. പിന്നെ ലോഗൻ്റെ തൈയുണ്ട്. പിന്നെ ബറാബറയുടെ തൈയുണ്ട്. കായൊക്കെ ഉണ്ടായുണ്ട്. ഇത് ലോഗൻ്റെ തൈയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഈ കാണുന്നത് ബുഷ് ഓറഞ്ചാണ്. പിന്നെ ഇവിടെ ഈ 2 ബാഗിലായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ സൈഡിലും അത് റംബുട്ടാനാണ്. റംബുട്ടാൻ്റെ കുരു മുളച്ചുണ്ടായത് അതാണ്. അപ്പം അതാണ് ഈ ബാക്ക് സൈഡിലത്തെ നമ്മളെ പഴവർഗത്തിൻ്റെ തൈകൾ എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം മരം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. കണ്ടോ, ഇതിൽ ലിച്ചിയുടെ മരമൊക്കെ മേപ്പോട്ട് നന്നായിട്ട് പോയി തുടങ്ങി. ഞാൻ അവിടെ നിന്ന് വെട്ടിയുണ്ട്, പക്ഷെ എന്നാലും മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെയായിട്ട് കായകളൊന്നും ഉണ്ടായിട്ടില്ല, എന്താണെന്നറിയില്ല. നല്ല ഗ്രോത്തും നല്ല വളർച്ചയൊക്കെ ഉണ്ട്. ഇതുവരെയായിട്ടും കായകളുണ്ടായില്ല. ഏത് വർഷം കൊണ്ടാണെന്ന് അറിയില്ല കായ ഉണ്ടാവുമെന്നറിയില്ല. പിന്നെ അതിൻ്റെ മേലൊരു ചെറിയൊരു കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പം നോക്കിയപ്പോഴാണ് കാണുന്നത്, ചെറിയൊരു കിളിക്കൂട് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, സൈഡിലായിട്ട് അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പിലൊരു കിളിക്കൂടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ ബാക്ക് വശത്തെ കാഴ്ചകൾ. പിന്നെ ഇങ്ങോട്ട് നേരെ ഈ വഴി പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുഷ് ഓറഞ്ചിൻ്റെ തൈയുണ്ട്. പിന്നെ ഇതൊരു ചാമ്പക്കയാണ്, മറ്റേ റെഡ് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അങ്ങനെ ഞാനിപ്പോൾ പ്രൂണിങ്ങൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വെട്ടി നിർത്തിച്ചേക്കാം. പിന്നെ ഇവിടെ ഒരു സൈഡിൽ കുളമുണ്ട്. ഇതാണ് കുളത്തിലെ കാഴ്ചകൾ. എത്ര കടുത്ത വേനലിലും ഇവിടെ വെള്ളം പറ്റില്ല. അതാണ് ഈ കുളത്തിൻ്റെ പ്രത്യേകത. എത്ര വേനൽക്കാലത്തും വെള്ളം വറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഒതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്ത് പാടാണ്. പാടശേഖരം നെൽവൈമണൽ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും വെള്ളം വറ്റില്ല ഒരിക്കലും. എത്ര കടുത്ത വേനലുണ്ടെങ്കിലും വെള്ളം പറ്റില്ല. നല്ല ആഴമുണ്ട് ഈ കുളത്തിന്. കാണുമ്പോൾ ആഴം തോന്നുന്നില്ല, പക്ഷേ നല്ല ആഴമുണ്ട്. അടിയിൽ നല്ല ചെളിയുണ്ട്, നന്നായിട്ട് കണ്ടമാനം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടെ ഒരു പേരക്കമരമുണ്ട്, സാധാ നോർമൽ പേരക്കാണ്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു മാവും തൈയുണ്ട്. പിന്നെ വേപ്പില ഇവിടെ കണ്ടമാനം അങ്ങനെ എത്ര ദൂരക്കെട്ട് കഴിഞ്ഞാലും കുറേ ഉണ്ടായുണ്ട്. ആവശ്യമില്ലാണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ, ക്വാർട്ടേഴ്സാണ്. അവിടെ ആരുമില്ല. അപ്പം നേരെ റംബൂട്ടാനാണ് ഇതൊക്കെ, കണ്ടില്ലേ. പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നല്ല വെള്ളച്ചാമ്പൊക്കെ ഉണ്ട്. കണ്ട വെള്ളച്ചാമ്പക്ക.
പിന്നെ ഇവിടെ ഒരു ബട്ടറിൻ്റെ മരമുണ്ട്. ഇതാണ് ഫ്രണ്ട് സൈഡിലെ കാഴ്ചകൾ. ഇതാണ് കേട്ടോ പാടം. ഫ്രണ്ട് സൈഡ് ഫുള്ള് പാടാണ്, നെൽപ്പാടങ്ങളാണ് ഈ കാണുന്ന ഏരിയ ഫുള്ള്. ഫ്രണ്ടേജ് ഫുള്ള് നെൽപ്പാടത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൽ കൂടെ റോഡ് പോകുന്നുണ്ട് നേരെ. ഇവിടെ പിന്നെ ചെടികൾ നട്ടേക്കാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ്. ഇതാണ് വീട് നമ്മൾ അവിടെ നിന്നാണ് വന്നത്, ആ ഏരിയ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജാണ് കാണുന്നത്. എല്ലാവരും കൊതിക്കണ പോലത്തെ ഒരു മനോഹരമായൊരു വീട് തന്നെയാണ് ഫ്രണ്ടേജ് കാണുമ്പോൾ. ഫ്രണ്ടേജ് മാത്രം അത്രയും ഭംഗിയുള്ള, ഉള്ളിലൊന്നും വലിയ പഴയൊരു മോഡൽ ഇൻറ്റീരിയറൊക്കെ ഡിസൈനാണ്, പുതിയ മോഡലൊന്നുമല്ല. കാണുമ്പോൾ കുറച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിലൊന്നും അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പിന്നെ പഴയ കാലത്തെ ഒരു മോഡൽ ഡിസൈൻ വീടാണ്. പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പാടത്ത് നോക്കുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും. പിന്നെ ഇവിടെ ഒരു മുല്ലയുടെ ചെടിയുണ്ട്, കട്ട മുല്ലയുടെ. നല്ല മണമാണ്, നല്ല വളർച്ച ഉണ്ട്. ഇവിടെ കുറേ കോളാമ്പിപ്പൂ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ. ഇത് വീട്ടിലെ നമ്മുടെ കൂട്ടുകാരനാണ്, മ്യാവും മ്യാവും നാക്കുണ്ട്. ഇതാണ് ഫ്രണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അദീനയുടെ ചെടികളുണ്ട്. പിന്നെ ഇവിടെ കുറേ ഞാൻ പഴമറകൾ ഞാൻ നട്ടിട്ടുണ്ട്. പലതരം വെറൈറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് ഏതൊക്കെയാണെന്ന് അറിയില്ല. ഇത് റംബൂട്ടാനാണ്, പലതരം റംബൂട്ടാൻ്റെ വെറൈറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു റംബൂട്ടാൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ലിച്ചിയാണ്, ഈ കാണുന്ന മരം ലിച്ചിയാണ്. നല്ല വളർച്ച ഉണ്ട് ഇവിടെ എല്ലാത്തിനും. നല്ല മണ്ണാണ്, ചുവന്ന മണ്ണായ കാരണം ഇവിടെ നല്ല വളർച്ചയാണ് എല്ലാ ചെടികൾക്കും. പിന്നെ നല്ല കണ്ടമാനം വളം കറക്റ്റ് ടൈമിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നല്ല ഗ്രോത്തായിട്ട് എല്ലാ ചെടികളും നിൽക്കുന്നത്. ഇതൊരു ചാമ്പക്കയാണ്, സാധാരണ നോർമൽ ചാമ്പാണ് നമ്മളെ വീട്ടിലുള്ള പിങ്ക്. ഇതിമൊക്കെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണുമ്പോൾ ഞാനിതിനെ വെട്ടി ക്ലോണിങ് ചെയ്തപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടായി. നമുക്ക് കണ്ടമാനം കായകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ടമാനം കായകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വലിപ്പമുള്ളൊരു കായ കാണിക്കാൻ. പിന്നെ ഇതൊരു റംബൂട്ടാനാണ്, റംബൂട്ടാൻ്റെ വേറൊരു വെറൈറ്റിയാണ്, ഞാൻ വെട്ടിട്ടേക്കാണ് ക്ലോണിങ്. പിന്നെ ഇത് നമ്മളെ ലൂബിക്ക മരമാണ്. ലൂബിക്ക ഉണ്ട് ടൈമ്, ഞാൻ വേണം കാണിച്ചു തരാം. ഇത് കണ്ട ഈ ലൂബിക്ക, ഇതാണ് ലൂബിക്ക. നല്ല പൊടിയാണ്, ഉപ്പിലിടാനും അച്ചാറിടാൻ ബെസ്റ്റാണ്. പിന്നെ ഈ കാണുന്നത് അത്ഭുതക്കായ എന്ന് പറയും, അങ്ങനത്തെ ഒരു പഴവർഗ്ഗമാണ്. ഇതിലുണ്ട് കേട്ടോ, ഇതിലും ഉണ്ടായുണ്ട് കായ, ഞാൻ പൊട്ടിച്ച് തിന്നു പോയി. എവിടെ ഏത് സൈഡിലൊരു കായ നിൽക്കണമുണ്ട്, അങ്ങനെ കാണിച്ചു തരാം. കണ്ട കാണണ്ട, അത്ഭുതക്കായ മിറാക്കിൾ ഫ്രൂട്ടാണ് ഇത്. പിന്നെ ചൈനീസ് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് തന്നെ ചൈനീസ് വെറൈറ്റി പെട്ട ഒരു ബുഷ് ഓറഞ്ച്. ഇത്ര തന്നെ ഗ്രോത്തുള്ളൂ, പക്ഷേ നന്നായിട്ട് വലിപ്പമില്ല. പക്ഷേ കേടായിട്ടൊന്നുമില്ല, പിടിച്ചിട്ടുണ്ട് നമ്മൾ. ഇത് പിന്നെ സ്ട്രോബെറി പേര എന്നറിയും, സ്ട്രോബെറി പേര വയലറ്റ് കളറാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ് പേരക്ക്, നല്ല മധുരമുണ്ട്. ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഉണ്ടായിട്ടുണ്ട്. കളർ ഇതാണ് കണ്ടല്ലേ, വയലറ്റ് കളറ്. അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കായകളായിട്ട്. കണ്ടോ, ഇതാണ് സ്ട്രോബെറി പേര. പിന്നെ ഇത് കുളം ഏരിയ, നമ്മളെ കുളം. പിന്നെ അപ്പുറത്ത് പറമ്പാണ്, വേറെ ആൾക്കാരുടെ.
പിന്നെ ഇവിടെ ഒരു ചാമ്പക്ക മരമുണ്ട്. ചാമ്പ സാധാരണ നോർമൽ ചാമ്പക്ക തന്നെയാണ്. പിന്നെ ഇവിടെ ബറാബറയുടെ തൈയുണ്ട്. ബറാബറ ഫ്രൂട്ട്, പുളിപ്പുള്ള ഫ്രൂട്ട്, യെല്ലോ കളറാണ് ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ. ഇതിന് കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. കൊല കൊത്തിയായിട്ട് കായ്ച്ചുണ്ട്. എല്ലാ ഏരിയയിലും ഉണ്ട്. ഇവിടെ ഒക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ബറാബറ ഫ്രൂട്ട്. എല്ലാവർക്കും ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നത് ഇല്ല. പുളിപ്പുള്ളൊരു ഫ്രൂട്ടാണ്. അച്ചാർക്കിടാൻ നല്ലതാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. പുളിപ്പ് നല്ല രസമല്ലേ? പിന്നെ ഇതൊരു ജാതി മരമാണ്. ജാതിക്ക, ജാതിയാണ് നട്ടതിൻ്റെ ഇടയിൽ. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു മാംഗോസ്റ്റ ഉണ്ട്. സാധാരണ ഈ മാംഗോസ്റ്റിനൊക്കെ നമ്മളെ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ ഒക്കെ ഏരിയയിലൊക്കെയാണ്. അവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ആയിട്ടാണ് കൊണ്ടുവരാറ്, കായ്ച്ചിട്ട് നമ്മൾ കഴിക്കാറൊക്കെ. ഇപ്പോൾ കേരളത്തിലും ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, സുലഭമാണ്. പിന്നെ ഇത് കായ്ക്കാൻ ഏതാണ്ട് ഒരു 10 വർഷം പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ അടിയാണ് ഇത്ര ഹൈറ്റ് വന്നിട്ടുള്ളൂ. ആദ്യമായിട്ട് പിടിക്കില്ല, പക്ഷെ നല്ല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മൾ 5-6-8 വർഷം വെയിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഹൈറ്റും കായകളൊക്കെ ഉണ്ടാവും വിചാരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ വേപ്പില ഇവിടെ ആവശ്യത്തിനും വേണ്ട ആൾക്കാനും കുറേ ഉണ്ടായിട്ടുണ്ട്. അടിയിലൊക്കെ വേപ്പിൻ്റെ തൈകളാണ്, ഒരാവശ്യമില്ലാണ്ട്. ഇത് പിന്നെ ലോഗൺ എന്നാണ് പറയുന്നത്, ലോഗൺ ഫ്രൂട്ടാണെന്ന് പറയുന്നത്. പക്ഷേ എത്ര തന്നെ വലിപ്പമുള്ളൂ, ഹൈറ്റൊന്നും വരുന്നില്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുള്ളൂ, ഇത്രയൊക്കെ ഹൈറ്റ് വരുള്ളൂ അതിൻ്റെ. വളർച്ചയൊക്കെ ഉണ്ട്, പക്ഷെ മുരടിച്ച് വളർച്ചയാണ്, കണ്ടില്ലേ? പിന്നെ മറ്റേ ലിച്ചി നല്ല വളർച്ചയുണ്ട്, പക്ഷെ കായൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, കണ്ടില്ലേ? നല്ല കാറ്റുണ്ട്. പാടത്തെ സൈഡ് തന്നെ നല്ല കാറ്റ്, നല്ല വൈബാണ് ഈവനിങ് ഒക്കെ. പിന്നെ നല്ല കോടമഞ്ഞ്, നല്ല മഞ്ഞുണ്ടാവും. ചൂടാണെങ്കിൽ നല്ല വെയിലും ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ ഈ സ്ഥലം? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് അത്ര പരിചയമൊന്നുമില്ല വീഡിയോ എടുത്തിട്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക. എക്സ്പേർട്ടേഴ്സ് അല്ല നമ്മൾ. ഇതിൻ്റെ ഇടയിലൊരു ചാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ചാമ്പല്ല, പേരമരമുണ്ട്. ഇങ്ങനെ തന്നെ നിൽക്കണ് അവൻ, വലിപ്പൊന്നും ആയിട്ടില്ല. ഇത് നല്ല വളർത്തണം, എല്ലാവരും നല്ല വളർത്തി കൊടുത്ത്, ഇതിനൊക്കെ വളർത്തി കൊടുത്ത് നന്നായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അത്ര അധികം വളർച്ച എല്ലാത്തിനും. പിന്നെ ഇവിടെ ഒരു റോസുണ്ട്, സാധാ റോസ്, കട്ട റോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ ഫ്രം ജാസിം.